കേരളത്തിന് ലഭിക്കേണ്ട ESI മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാർ തടയുന്നുവെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. എസൻഷ്യൽ സർട്ടിഫിക്കറ്റ് തടഞ്ഞുവെക്കുന്ന സംസ്ഥാനത്തിന്റെ നിലപാട് നിഷേധാത്മകമാണെന്നും കേന്ദ്ര തൊഴിൽ മന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. केरला में अभी थोड़े दिन पहले मैंने ESIC की एक मेडिकल कॉलेज दी. मैंने मेडिकल कॉलेज इसलिए दी कि वहां के युवाओं को मेडिकल में अध्ययन करने का अवसर मिले. वहां के जब मेडिकल कॉलेज चालू होगी तो 100, 200, 300 लोगों को रोजगार मिलेगा. प्रेमचंद्रन जी ने बोर्ड में मेरे सामने प्रस्ताव रखा था, मैंने वो अप्रूव करा. और एसेंशियल सर्टिफिकेट आवश्यक होता है मेडिकल कॉलेज को NMC ने अप्रूव करने के लिए, क्योंकि मैं हेल्थ मिनिस्टर रहा हूं. राज्य सरकार ने मेडिकल कॉलेज चालू करने के लिए एसेंशियल सर्टिफिकेट नहीं दिया. वो कामगार की बात करते हैं. വിവരങ്ങളുമായി നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ, എന്തൊരു അനാസ്ഥയാണ് ഈ സർക്കാർ കാണിക്കുന്നത്. എയിംസ് കിട്ടിയില്ലേ എന്ന് പറയുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായുള്ളവർ പറയുന്നു അനുവദിച്ചിട്ടുണ്ട്, അതിന് സ്ഥലം തരൂ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യൂ എന്ന്. ഇപ്പോൾ ESI മെഡിക്കൽ കോളേജ് ഞങ്ങൾ അനുവദിച്ചു കഴിഞ്ഞു, പക്ഷേ എസൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഇതുവരെ തന്നിട്ടില്ല എന്ന് ലോക്സഭയിൽ മന്ത്രി പറയുകയാണ്. എന്തൊരു അനാസ്ഥയാണ്! ഈ പാവം ജനങ്ങളെ പറ്റിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിയുടെ ഒടുവിലത്തെ ഉദാഹരണമോ ഇത്? കൃഷ്ണരാജ്, 2025-26 അതേപോലെ തന്നെ 2026-27 അധ്യയന വർഷത്തിലേക്ക് കൊല്ലം ആശ്രാമം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 50 MBBS സീറ്റുകൾ അനുവദിച്ചുകൊണ്ട് ESI കോർപ്പറേഷൻ തീരുമാനമെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കത്ത് നൽകി. എന്നിട്ടും എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരോ ആരോഗ്യ വകുപ്പോ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇന്നിപ്പോൾ ലോക്സഭയിൽ കേന്ദ്ര ESIയുടെ ചുമതല കൂടിയുള്ള തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒപ്പം രാഷ്ട്രീയ വൈര്യം മൂലം സാധാരണപ്പെട്ട തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഇന്നിപ്പോൾ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ പ്രധാനമായും സ്ഥലം MP കൂടിയായ NK പ്രേമചന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു. അതായത് അവിടെ കൊല്ലത്ത് ഒരു CPM നേതൃത്വത്തിലുള്ള ഒരു സഹകരണ ആശുപത്രിയുണ്ട്. അത് മെഡിക്കൽ കോളേജായി ഉയർത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അങ്ങനെ എന്തിനാണ് അതുകൊണ്ട് ഇവിടെ തൊഴിലാളികൾക്ക് മറ്റൊരു ആശുപത്രി എന്നുള്ളൊരു നിലപാടാണ് CPM എടുക്കുന്നത്. പാർട്ടി ആശുപത്രിയെ കൂടി സഹായിക്കാൻ, അല്ലെങ്കിൽ ഈ സഹകരണ ആശുപത്രിയെ കൂടി സഹായിക്കുവാനുള്ള നിലപാടാണ് ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത് എന്നുള്ളതാണ്. പ്രധാനമായും രാഷ്ട്രീയ വൈര്യം മൂലം ഈ പദ്ധതി അട്ടിമറിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രേമചന്ദ്രൻ അടക്കം നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഈ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് പ്രയോജനപ്രദമാകേണ്ട ആ ഒരു ആശുപത്രിയായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് എയിംസ് ഇല്ല എന്ന് മുറവിളി കൂട്ടുന്നവർക്ക് എയിംസിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യമുള്ള ആശുപത്രി കൊല്ലത്ത് വരുവാൻ വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിരുന്നു. ESI അതിന് പൂർണ്ണ അനുമതി നൽകിയിരുന്നു. 50 MBBS സീറ്റുകൾ അനുവദിച്ചിരുന്നു. 2026-27 വർഷത്തേക്ക് പ്രവേശനത്തിനുള്ള നടപടികൾ നേരിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ 600 കോടി രൂപയുടെ പദ്ധതിയായിരുന്നു ഈ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ വൈര്യവും അതേപോലെ തന്നെ കച്ചവട താല്പര്യവും മുൻനിർത്തി അട്ടിമറിച്ചത് എന്നുള്ളതാണ് പ്രധാനമായി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ലോക്സഭയിലും അതുതന്നെയാണ് മൻസുഖ് മാണ്ഡവ്യ ചൂണ്ടിക്കാണിച്ചത്. എയിംസ് അടക്കമുള്ള പദ്ധതികൾ ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഈ പദ്ധതി അട്ടിമറിച്ചു എന്നുള്ളതിന് സംസ്ഥാന സർക്കാർ മറുപടി പറയണമെന്നുള്ളതാണ്. മറ്റ് പ്രതിപക്ഷാംഗങ്ങളടക്കം അതിനെ ഒരു തരത്തിൽ സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. NK പ്രേമചന്ദ്രൻ അടക്കം നേരത്തെ ഈ ഒരു വിഷയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ, തൊഴിലാളികൾക്ക് മുന്നിൽ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ട വിഷയമാണ്. എന്തുകൊണ്ട് കൊല്ലം ആശ്രാമം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് അനുവദിച്ച മെഡിക്കൽ കോളേജ് 50 MBBS സീറ്റുകൾ, 600 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതി, നിരവധി ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കേണ്ട പദ്ധതി എന്തുകൊണ്ട് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൃഷ്ണരാജ്, നന്ദഗോപൻ, ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ നാളെ പകലൊക്കെ വലിയ ചർച്ചയാകേണ്ട ഒരു വാർത്തയായി മാറുന്നു ഇത്. കാരണം ഞങ്ങൾക്കൊന്നും തന്നില്ലെന്ന് നിലവിളിക്കുകയും കിട്ടുന്നതൊക്കെ വിനിയോഗിക്കാതിരിക്കുകയും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാൽ പോലും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിലപാട്, ഈ തുടർച്ച,
അത് പാടില്ലാത്തതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും വരെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും നമ്മൾ, അല്ലേ? സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ സാധാരണക്കാരോടുള്ള നീതി നിഷേധമാണ് ഇവിടെ പുലർത്തുന്നത്. അതിൻ്റെ മകുടോദാഹരണമാണ് ഇപ്പോൾ കണ്ടത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണക്കാരൻ ഇന്നിപ്പോൾ കേരളത്തിലെ മെഡിക്കൽ ചെലവുകൾ അല്ലെങ്കിൽ ഒരാൾ ആശുപത്രിയിൽ പോകാൻ ഉണ്ടാകുന്ന ചെലവുകൾ ഇന്നിപ്പോൾ ഒരു കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അങ്ങനെയുള്ളപ്പോഴാണ് സാധാരണ തൊഴിലാളികൾക്ക് പ്രയോജനപ്രദമാകേണ്ട ESI ചികിത്സാ സഹായം അത് സംസ്ഥാന സർക്കാർ തന്നെ നിഷേധിക്കുന്നത്. അതിന് പിന്നിൽ കച്ചവട താല്പര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ വീണ ജോർജിൻ്റെ ഭാഗത്തുനിന്നും മന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തുനിന്നും ഈ ഒരു വിഷയത്തിൽ തികഞ്ഞ അനാസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇത് ആരോഗ്യവകുപ്പ് ആരോഗ്യമന്ത്രിയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. മന്ത്രിയുടെ അടുത്ത് നേരിട്ട് ഈ വിഷയം പലതവണ ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എന്നാൽ വളരെ നിഷേധാത്മകമായ ഒരു സമീപനം, എന്തുകൊണ്ടാണ് നിഷേധാത്മക സമീപനം പുലർത്തിയെന്നുള്ള ചോദ്യം ഉയരുമ്പോൾ ഇവിടെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ സ്ഥലം MP കൂടിയായ NK പ്രേമചന്ദ്രൻ അടക്കം രണ്ട് സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനം രാഷ്ട്രീയ വൈരവും മറ്റൊന്ന് കച്ചവട താല്പര്യവുമാണ്. ഈ രണ്ട് കാരണങ്ങൾ മുൻനിർത്തി സാധാരണക്കാർക്ക് താങ്ങാകേണ്ട ESI കോർപ്പറേഷൻ്റെ മെഡിക്കൽ കോളേജ് അട്ടിമറിച്ചു. ഇതിൽ സ്വാഭാവികമായും നാളെ മുതൽ ഇതിൽ ന്യായീകരണ അല്ലെങ്കിൽ ക്യാപ്സൂളുകൾ പുറത്തിറങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പല പ്രതികരണങ്ങൾ CPM-ൻ്റെ നേതാക്കന്മാരിൽ നിന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്നും പ്രധാനമായും മുഖ്യമന്ത്രിയുടെയും അതേപോലെ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണ് എന്നുള്ളത് കാര്യത്തിൽ തർക്കമില്ല. കാരണം സാധാരണക്കാരനോട് മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ആ ബാധ്യതയിൽ നിന്നും ഇപ്പോൾ ഒളിച്ചോടുക മാത്രമല്ല, അവരെ കണ്ണിൽ പൊടിയിടുന്ന സമീപനം കൂടിയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ തൊഴിലാളി സർക്കാർ എന്ന് അവകാശപ്പെടുന്നവർ ഇപ്പോൾ നടത്തുന്നത്. കൃഷ്ണരാജ്, പ്രേക്ഷകർ ഇത് കേൾക്കണം. കേരളത്തിന് ലഭിക്കേണ്ട ESI മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാർ തന്നെ തടയിടുന്നു എന്ന വാർത്ത, അതിന് സ്ഥിരീകരണം നൽകുകയാണ് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. എസൻഷ്യൽ സർട്ടിഫിക്കറ്റ് തടഞ്ഞുവെക്കുകയാണ് സംസ്ഥാന സർക്കാർ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിട്ടും വരേണ്ടത് വരുന്നില്ല. സാധാരണക്കാർക്ക് ഏറെ ഉപയോഗപ്പെടുന്ന ഒരു വലിയ പദ്ധതി ESI മെഡിക്കൽ കോളേജ്, അത് അനുവദിച്ചിട്ടും അത് കൊണ്ടുവരേണ്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല സംസ്ഥാന സർക്കാർ എന്നത് പാർലമെന്റിൽ വിളിച്ചു പറയുകയാണ് തൊഴിൽ മന്ത്രി എന്നോർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.